ഞാനിപ്പം പല പല ഏരിയകളിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് താല്പര്യമുള്ള കുറേ മേഖലകളിലൂടെ, കാരണം ഇതൊരു പാഷൻ ആയതുകൊണ്ട് ഞാൻ ആദ്യം സൈക്കോളജി അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ പുസ്തകം വായിച്ച് പഠിച്ചു. പിന്നെ ഞാനൊരു ഡിഗ്രിയും ചെയ്തു അതിൻ്റെ കൂടെ. പിന്നെ അതല്ലാതെ ഞാൻ NLP എന്ന് പറഞ്ഞിട്ട്, അത് ഒരുപാട് നമ്മൾ പോപ്പുലറായിട്ട് കേൾക്കാത്തൊരു സാധനമാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് പറയാം. 2 NLP ഉണ്ട്. നമ്മൾ ടെക്കുകൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. എനിക്കതാണ് കേട്ടൊരു പരിചയമുള്ളത്. ഇത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈക്കോളജിയുടെ, അതായത് ഇത് ഉണ്ടാക്കിയത് റിച്ചാർഡ് ബാറ്റ്ലർ എന്ന് പറഞ്ഞ 1970 വന്നതാണ്. അതായത് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു പുള്ളിക്കാരൻ. അത് ഹ്യൂമൻ ബിഹേവിയറൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട്, ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം നോർമലായിട്ട് ഒരാൾക്കൊരു ട്രോമ ഉണ്ടെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ സൈക്കോളജിയിൽ എന്താ ചെയ്യുക, നമുക്ക് തെറാപ്പിയൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ കുറേ സെഷൻസ് എടുത്ത് ഒരു മാസങ്ങളോളം എടുത്തിട്ടാണ് ട്രോമയൊക്കെ ഹീൽ ചെയ്യുക. പക്ഷേ ഈ NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 മിനിറ്റ് മതിയായിരിക്കും. ഒരാളുടെ സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് മാത്രമല്ല, ബിഹേവിയർ ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണത്. അതിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പം നമ്മളൊരു പൗഡർ കുപ്പി ഇരിക്കുന്നുണ്ടല്ലോ. ആ ഒരു കുപ്പി നമ്മൾ കാണുമ്പം നമ്മുടെ മൈൻഡിൽ ആ കുപ്പിയെക്കുറിച്ചൊരു ഇമേജ് വരുന്നുണ്ട്. നമ്മൾ ആ കുപ്പി കണ്ടു, ഒരു ഇമേജ് അവിടെ വന്നു. പിന്നെ നമ്മൾ കുപ്പി എന്ന് പറയുമ്പോൾ ഈ ഇമേജാണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇമേജുകളായിട്ടും സൗണ്ടുകളായിട്ടും ഫീലിങ്ങുകളായിട്ടും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എപ്പോഴും. ഇപ്പം നമുക്ക് പഴയ ഒരു കാര്യം ആലോചിക്കുമ്പോൾ, ഒരു ഉദാഹരണം പറയാം. നമുക്കൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പണ്ട് നടന്നു. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഇമേജ് ആയിരിക്കാം, ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, ആ ഒരു ശബ്ദങ്ങളായിരിക്കാം. ഇതാണ് നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേജ് എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് ക്ലിയറായിട്ടായിരിക്കും പിക്ചർ കാണുക. നമ്മളറിയില്ല, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മളൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് വരുന്ന ഇമേജ്, ആ ശബ്ദങ്ങൾ, ആ എക്സ്പീരിയൻസ്, ഈ മൂന്നും കൂടിയാണ് ആ ഒരു സ്റ്റേറ്റ് അവിടെ ഉണ്ടാക്കുന്നത്. ട്രോമ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും, ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇമേജസിനെ നമുക്ക്, ഇപ്പോൾ നമ്മൾ TV റിമോട്ട് എടുത്തിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും കൂട്ടും ചെയ്യാൻ പറ്റില്ലേ, വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് മൈൻഡിൽ അതിൻ്റെ വോളിയം കൂട്ടാനും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ശബ്ദ വോളിയം കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. എക്സ്പീരിയൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും, കാരണം മൈൻഡിന് അതിൻ്റെ ഒരു പവറുണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ റിപ്പീറ്റഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ റീകളക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഇൻറ്റൻസിറ്റിയിൽ ഫീൽ ചെയ്യില്ല. അതായത് ഒരു തെളിച്ചമില്ലാത്ത ചിത്രമാക്കി അതിനെ മാറ്റണം. അതെ, നമുക്ക് മാറ്റാൻ പറ്റും. അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ട് തോന്നും. അതെങ്ങനെ മാറ്റും? അതിന് മെത്തേഡുണ്ട്, NLPയിൽ മെത്തേഡുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് പറഞ്ഞ് തന്നെ കണ്ണുകൾ അടച്ചിട്ട് നമുക്ക് ആ ചിത്രങ്ങളെടുത്ത് നമ്മൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചിട്ട് അത് കുറച്ച് ബ്രൈറ്റ്നസ്സൊക്കെ കുറച്ച് നേരം 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഇൻസിഡൻറ്റ് ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഇൻറ്റൻസിറ്റി തോന്നില്ല. അങ്ങനെ എല്ലാ ഇമേജുകളും. അതുപോലെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷം തരുന്നൊരു ഇൻസിഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇതുപോലെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആക്കി മാറ്റാനും പറ്റും. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ ഇതിന് സബ് മോഡാലിറ്റീസ് എന്നാണ് പറയുക. അതായത് ഈ വിഷ്വലായിട്ടും ഓഡിറ്ററി, ഇങ്ങനെ 3 തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടും ഇതിനിങ്ങനെ സബ് മോഡാലിറ്റീസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ നമ്മൾ ഈ TV ഇത് ട്യൂൺ ചെയ്യുന്ന പോലെ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് നമ്മുടെ എക്സ്പീരിയൻസസ് മാറ്റാം.